ലേവൈറ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സാരീസ് ഡിസൈൻ ചെയ്തെടുക്കാറുണ്ട്. അതിൽ നിന്ന് പ്രീമിയം ലെവലിൽ വരുന്ന കുറച്ച് സാരീസിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് സിൽക്ക് ഫാബ്രിക്കിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. ബ്രൈഡൽ വെയർ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിലും കൂടുതൽ കസ്റ്റമേഴ്സും സാരി ചൂസ് ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ആ ഒരു പക്ക ഗ്രാൻഡ് ലുക്ക് ആ സാരീസിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഒരു ബ്രൈഡിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈഡിന് തന്നെ പക്ക ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷനും നമ്മുടെ ഒരു എഫേർട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് ഈ ഒരു ബ്രൈഡിന് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ആ ഒരു ബോർഡർ വർക്കിൻ്റെ ഒരു എൻഹാൻസ് ചെയ്യുന്ന ഹാൻഡ് വർക്ക് സാരിയിൽ ടോട്ടലായിട്ടും ആൻഡ് ബ്ലൗസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തിക്കായിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ബ്ലൗസിലും ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു സാരി എന്ന കോൺസെപ്റ്റ് വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഒന്നും തന്നെ കളറിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലാതെയാണ് ബ്രൈഡ് റെഡ് കളർ തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വരുന്ന ഓരോ വർക്കും എത്രത്തോളം നമുക്ക് ആ ഒരു കളറിനോട് ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട്, അതായത് ഉള്ള ഒരു ബ്യൂട്ടിനെക്കാളും ഒന്നുകൂടെ നമുക്ക് അതിലുള്ള ഓരോ വർക്കും എംബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലേവൈറ്റിൽ ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കസ്റ്റമൈസേഷനിൽ ബ്രൈഡിനും അതേപോലെ തന്നെ ബ്രൈഡിൻ്റെ സിസ്റ്റർ ഇൻ ലോക്കും മദർ ഇൻ ലോ ഒക്കെ ആയിട്ട് വന്ന സമയത്ത് അവർക്ക് തന്നെ പക്ക ഒരു ഐഡിയ ഉണ്ടായിരുന്നു നമുക്ക് എങ്ങനത്തെ ഡിസൈൻ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളത് എന്നുള്ളത്. അവരുടെ തന്നെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്കിതിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അത്രത്തോളമുള്ള ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കസ്റ്റമൈസേഷൻ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഫുള്ളി ഹാൻഡ് വർക്കിലൊക്കെയുള്ള ഒരുപാട് സാരീസ് നമ്മൾ ലേവൈറ്റ് ബുട്ടീക്കിൽ ചെയ്തിട്ടുണ്ട്. അതും ഓരോ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസിനനുസരിച്ചാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ദുപ്പട്ടയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഫോക്കസ് പോകുന്നത് ആ ഒരു ഫ്ലോറൽ പാറ്റേണിലേക്കാണ്. സാരി ബോർഡറിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പക്ക ഒരു ഗ്രാൻഡ് ലുക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കസ്റ്റമറുടെ ബഡ്ജറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ഡിസൈൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പം അതിന് അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ആക്ച്വലി നമുക്കിതൊരു ഫാമിലി കസ്റ്റമൈസേഷൻ ആയിരുന്നു. നമ്മൾ മദറിനിലോക്കും സിസ്റ്ററിനിലോക്കും ഒക്കെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ലേവൈറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഓരോ ഡിസൈൻസിനും ആ ഓരോ കസ്റ്റമേഴ്സിനും അവർക്ക് എന്താണ് അവരുടെ ഡ്രസ്സിലുള്ള ഒരു പ്രിഫറൻസ് നോക്കിയിട്ടാണ് ഓരോ ഡിസൈൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാറുള്ളത്. അതാണ് നമ്മുടെ ലേവൈറ്റിൻ്റെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ കസ്റ്റമൈസേഷന് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് സെക്കൻഡ് ബ്രൈഡിൻ്റെ ഒരു സാരീൻ്റെ സ്റ്റോറി ഒന്ന് കേൾക്കാം. ഓരോ ഡിസൈൻസിൻ്റെ പിന്നിലും ഓരോ സ്റ്റോറീസാണുള്ളത്. നമ്മുടെ ഈ ഒരു ബ്രൈഡിന് വേണ്ടിയിട്ട് നമ്മളൊരു പിങ്ക് ഷെയ്ഡിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സാരി എഗെയിൻ സിൽക്ക് കൈൻഡ് ഓഫ് ഫാബ്രിക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. 100% കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് ഇവരുടെ ഈ ഒരു റിയാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കിയിട്ടാണ് ഓരോ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. ഗ്രൂമിനെ കണ്ടിട്ടില്ല, തലേ ദിവസം എത്തുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. ഫുള്ളി ഹാൻഡ് വർക്കിലാണ് നമ്മൾ ഈ ഒരു സാരിയും ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇൻ ദ ബ്യൂട്ടിഫുൾ കളർ. ഇതിൻ്റെ ബ്ലൗസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹാൻഡ് വർക്കാണ് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോർഷൻ തന്നെയാണ് സാരീൻ്റെ പല്ലു പോർഷനിലും മെയിൻ പോർഷനിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ബ്രൈഡിന് വേണ്ടിയിട്ട് ഇതിലൊരു സിമ്പിളായിട്ടുള്ള വെയിലും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്. എനിക്ക് ആദ്യം ഡിസൈനിങ് ചെയ്യാനായിരുന്നു താല്പര്യം. അപ്പോൾ ലേവൈറ്റ് ഞാൻ കുറേ മുന്നേ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കുറച്ച് ചബ്ബി ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഇവിടെ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ ബ്രൈഡ്സിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് ഏതെടുക്കും എന്നുള്ളത്. ഗൗണാണോ ലെഹങ്കയാണോ? പിന്നെ ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് കംഫേർട്ടായിട്ട് ഉള്ളൊരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സാരി ആക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ ഒരു ഡിസൈൻ സജസ്റ്റ് ചെയ്തത്. പിന്നെ റെഡ് വേണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെയാണ് പിങ്കിലോട്ട് വന്നത്. ബേബി പിങ്ക് ആയിരുന്നു. പിന്നെ പിങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. പിന്നെ ഞാൻ ഫൈനലൈസ് ചെയ്തു റാണി പിങ്ക്. പിന്നെ ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വർക്കും കാര്യമൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് എല്ലാം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു. എന്താ പറയുക, അടിപൊളിയാണ് ഹാൻഡ് വർക്കും കാര്യങ്ങളും എല്ലാം.
എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ട്. സാരി ആയാലും നല്ല ഫിറ്റിംഗ് ആണ്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കറക്റ്റ് ഷേപ്പിൽ കിട്ടൂലേ എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ട്രയൽ ചെയ്തപ്പോൾ ഒന്നും പറയാനില്ല. ബ്ലൗസ് ആയാലും മെറ്റീരിയൽ ആയാലും നല്ല മെറ്റീരിയലാണ്. ഹാൻഡ് വർക്കിൻ്റെ ഡിസൈനും വെയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെവി വെയിൽ വേണ്ട. കാരണം നമ്മൾ ഈ ബ്രൈഡ്സിന് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഈ ഹെഡ് വെയിറ്റ് വരുമ്പം അത്രയും നേരം നിൽക്കണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ട് ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബ്രൈഡിൻ്റെ ബോഡി ഫീച്ചേഴ്സിന് സ്കിൻ ടോണിനോട് മാച്ചിങ് ആയിട്ടാണ് ഓരോ ഡിസൈൻസിലും നമ്മൾ ഓരോ കണ്ടൻസും ആഡ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എലഗൻറ്റ് ഹാൻഡ് വർക്കാണ് ബ്ലൗസിൽ ആഡ് ചെയ്തത്. ആൻഡ് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ സാരിയിൽ ഓൾറൗണ്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഒപ്പീനിയൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഒപ്പീനിയൻ വെച്ച് അതിനോട് മാച്ചിങ് ആയിട്ട് തന്നെ നമുക്ക് കസ്റ്റമറുടെ ഒരു എന്താണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആൾക്കിപ്പോൾ സാരി ആണെങ്കിലും കുറച്ചുകൂടി ഒരു കംഫർട്ടായിട്ട് വേണമെന്നുള്ള രീതിക്ക് ഹെവി ആയിട്ടുള്ളൊരു വർക്ക് ബോഡി പോർഷനിൽ കൊടുക്കാതെ എൻഡ് പോർഷനിലും പല്ലുവിലുമാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ബ്രൈഡൽ ഡിസൈൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതല്ല നമുക്കൊരു കംഫർട്ടാണ്. കളറിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെയ്റ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാം നമുക്കൊരു കംഫർട്ടാണ് അന്നത്തെ ഡേയിൽ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും കംഫർട്ടും അവരുടെ ബോഡി ഫീച്ചേഴ്സും അവരുടെ ബഡ്ജറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ കസ്റ്റമൈസേഷനിലും സക്സസ് ആയിട്ടാണ് നമ്മുടെ ഓരോ സ്റ്റോറീസ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുള്ളത്. എനിവേ നമ്മുടെ ഇതേപോലത്തെ കസ്റ്റമൈസേഷന് നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഫുള്ളി ഹാൻഡ് വർക്കിൽ വരുന്നതായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ലേസ് വർക്ക് കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആയാലും എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ഡിസൈനേഴ്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ബെറ്റർ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ ഐഡിയയോടൊപ്പം നിങ്ങളുടെ കോൺസെപ്റ്റും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കസ്റ്റമൈസേഷൻ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ യൂഷ്വലി 1 month ആണ് ബ്രൈഡൽ കസ്റ്റമൈസേഷന് പറയാറുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ടൈം ഡിപ്പെൻഡ്സ് ഓൺ ആണ്. എന്തായാലും നിങ്ങൾ നമ്മളെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം സീസൺ ടൈമൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ലാസ്റ്റ് ടൈമിലുള്ള റഷ് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കസ്റ്റമൈസേഷനിൽ നിങ്ങൾ ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് ആയിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. നമ്മുടെ ഈ ഒരു ബ്രൈഡിൻ്റെ ഒരു ഡ്രീമി ആയിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ ആണ് ഈ ഒരു സാരി എന്ന് പറയുന്നത്. ആളൊരു ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഒരുപാട് ബ്രൈഡ്സിൻ്റെ സ്റ്റോറി കണ്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു കസ്റ്റമറെ നമ്മൾ ഹാപ്പി ആക്കിയിട്ടാണ് ലൈവായിട്ട് ഒന്ന് ഇട്ടിട്ടുള്ളത്. ഇനി ലാസ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള 2 സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ള ഡിസൈൻസിനെ കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. മഹാറാണി സെറ്റപ്പിലായിട്ടുണ്ട്. ഈ ഒരു സാരി ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ലൈവായിട്ടുള്ള നമ്മൾ ഒരുപാട് തവണ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാരിയാണിത്. ഓരോ പ്ലേസിലായിട്ട് ഓരോ ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാവരും നാട്ടിൽ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അവിടെ ആരും ചെയ്തിട്ടില്ല ഇതുപോലത്തെ ഡ്രസ്സ്. ഇവരൊരു ലോങ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻസ് തന്നെ ഇവർക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ഈ ഒരു കോൺസെപ്റ്റിലേക്കുള്ള സാരിയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് ഈ കസ്റ്റമൈസേഷനിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ കസ്റ്റമൈസ് ചെയ്യിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും, എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നത്. പക്ഷേ 100% ഷുവറായിട്ട് നിങ്ങൾ കസ്റ്റമൈസേഷനിൽ ട്രസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചുള്ളൊരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ബ്രൈഡിൻ്റെ ഡിസൈനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്താൽ പോരാ. ബ്രൈഡിൻ്റെ സിസ്റ്റർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൈഡ്സ് മെയിൻ ഡിസൈൻ എന്നുള്ള രീതിക്ക് ബ്രൈഡിനോട് മാച്ചിങ് ആയിട്ട് തന്നെയുള്ളൊരു ധാവണി സെറ്റപ്പാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ വൈബാണ് ഉദ്ദേശിച്ചത്, അത് തന്നെ വന്ന് കസ്റ്റമൈസിങ് ആദ്യമായിട്ട്, അതും വെഡ്ഡിങ് സാരി എന്ന് പറഞ്ഞപ്പോൾ നാട്ടിലെല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. നമ്മൾ കോഴിക്കോട് വന്ന്, കായംകുളത്താണ് നമ്മുടെ വീട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇത് കണ്ടിട്ട് കായംകുളം അവിടുന്ന് വന്ന് അപ്പം ഞങ്ങളുടെ അടുത്ത് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞങ്ങൾ അവിടുത്തെ ഫസ്റ്റ് ടൈമാണ്. എല്ലാവരും സാരി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈസ് ദ ബെസ്റ്റ് പറയണ പോലെ വന്നു. ഒത്തിരി ഇഷ്ടമായി. ഇപ്പോൾ കയറുമ്പോഴും ഞാൻ ചോദിച്ചു ടെൻഷനാണോ? നല്ല ടെൻഷനുണ്ട്, കുളമാവോ ശരിയാവോ എന്താണെന്നറിയാം. അടിപൊളിയായിട്ടുണ്ട്. കയറി വന്നപ്പോഴേ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അടിപൊളി, മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്.
ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ്, അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്കാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓരോ ഡിസൈൻസും നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഡെലിവർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ വീഡിയോസ് കണ്ടാലും മനസ്സിലാവും. ഇവിടെ നമ്മൾ ലേസ് ബോർഡർ വർക്ക്സ് ആണ് ഈ സാരിയിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്രൈറ്റ് ആയിട്ടുള്ള ഈ റെഡ് ഷെയ്ഡാണ്. ദുപ്പട്ട ആയാലും സാരി ആയാലും സെയിം തന്നെ ആയിട്ടാണ് നമ്മൾ ലേസ് ബോർഡർ മാച്ചിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഡിഫറെൻറ്റ് ബോർഡേഴ്സ്, ഡിഫറെൻറ്റ് കളർ എല്ലാം നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അപ്പം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മളുടെ ഡിസൈൻസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം പേജസ് ആണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ കറൻ്റ്ലി നമ്മൾ റെൻ്റൽ ഓപ്ഷൻ ജ്വല്ലറീസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ കസ്റ്റമൈസ്ഡ് ഡിസൈൻസിനും മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറീസ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റിനായിട്ടാലും അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റെൻ്റൽ ജ്വല്ലറി പേജ് ചെക്കൗട്ട് ചെയ്യാനും ഷോപ്പ് വിസിറ്റ് ചെയ്യാനും മറക്കരുത്. കാലിക്കറ്റ് കുന്നമംഗലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ആൻഡ് ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.